ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഡിസ്കവറി ഓഫ് ഇമ്പോർട്ടൻറ്റ് മൈക്രോ ഓർഗാനിസം. Discovery of important microorganisms. Staphylococcus aureus. Staph aureus. Staphylococcus aureus. ആരാണ് കണ്ടുപിടിച്ചറിയോ? ഓക്സ്റ്റൺ. നെക്സ്റ്റ് നിസീരിയ ഗൊണേറിയ. നിസീരിയ ഗൊണേറിയ. ആരാണ് നിസീരിയനെ കണ്ടുപിടിച്ചത്? പേരിൽ തന്നെയുണ്ട്, നീസർ. നീസറാണ് നിസീരിയ കണ്ടുപിടിച്ചത്. പക്ഷേ നിസീരിയ മെനിഞ്ചൈറ്റിഡിസ് ആരാ കണ്ടുപിടിച്ചത്? വെയ്സെൽബം. നെക്സ്റ്റ് കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. ലോഫ്ലർ. അവിടെ നമ്മൾ ലോഫ്ലേഴ്സ് ബാസിലസ് എന്നാണ് പറയുന്നത്. ക്ലബ് ലോഫ്ലർ ബാസിലസ്. അത് നമ്മൾ അടുത്ത സയന്റിഫിക് നെയിമും കോമൺ നെയിം പഠിക്കുമ്പോൾ പറയാം. ലോഫ്ലർ ആണ് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ന്യൂമോണിയ. സ്റ്റെപ്പ് ന്യൂമോണിയ ഫുൾ ഫോം എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. സ്റ്റെപ്പ് ന്യൂമോണിയ കണ്ടുപിടിച്ചത് ഫ്രാങ്കലാണ്. അപ്പോൾ ഈ കുറച്ച് ഓർഗാനിസം കൂടെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് മൈക്രോ ഓർഗാനിസം, അതിൻ്റെ ആരാണ് കണ്ടുപിടിച്ചുള്ള പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റാഫ് ഓറിയസ് കണ്ടുപിടിച്ചത് ഓക്സ്റ്റൺ ആണ്. നിസീരിയ ഗൊണേറിയ പേരിൽ തന്നെയുണ്ട്, നീസർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. നിസീരിയ മെനിഞ്ചൈറ്റിഡിസ് വെയ്സെൽബം. ദെൻ കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ ലോഫ്ലർ. സ്ട്രെപ്പ് ന്യൂമോണിയ ഫ്രാങ്കൽ. അത് കഴിഞ്ഞോ? പറയുമ്പോൾ തന്നെ അത് എഴുതി പഠിച്ചൊന്ന് പോണേ. സ്റ്റാഫ് ഓറിയസ് ഓക്സ്റ്റൺ, നിസീരിയ ഗൊണേറിയ നീസർ, നിസീരിയ മെനിഞ്ചൈറ്റിഡിസ് വെയ്സെൽബം, കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ ലോഫ്ലർ. നെക്സ്റ്റ് ബ്രൂസെല്ല മിലിറ്റൻസിസ്. ബ്രൂസെല്ല മെലിറ്റൻസിസ്. ബ്രൂസ് ആണ്, പേരിൽ തന്നെയുണ്ട്, BRUC. നെക്സ്റ്റ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ക്ലോസ്ട്രീഡിയം ടെറ്റനി കണ്ടുപിടിച്ചത് കിറ്റാസാറ്റോക്കി. നെക്സ്റ്റ് മൈക്കോബാക്ടീരിയം ലെപ്രേ. നിങ്ങൾക്കറിയാവുന്ന പേരാണ് ഹാൻസൻ. കാരണം ഹാൻസൻ ഡിസീസ് എന്നാണല്ലോ നമ്മൾ അതിനെ പറയുന്നത്. എസീനിയ പെസ്റ്റിസ്. പേരിൽ തന്നെയുണ്ട്, എർസിൻ ആൻഡ് കിറ്റാസാറ്റോ. നെക്സ്റ്റ് ട്രിപ്പോണിമ പാലഡം. ഷോഡിൻ ആൻഡ് ഹോഫ്മാൻ. ബാർട്ടണല്ല ബാസിലിഫോമസ്. BACI ആണ്. ബാർട്ടണല്ല ബാസിലിഫോമസ്. ഡാനിയൽ ക്യാരിയോൺ.
ബാക്ടീരിയോഫേജസ്. കൂടെ എഴുതുന്നുണ്ടല്ലോ അല്ലേ? ടി ഹാർലി. ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ്. W.H. വെൽഷ്. ഒരു പേരൂടെ ഉണ്ട്, എപ്സ്റ്റീൻ, EBV, എപ്സ്റ്റീൻ ബാർ വൈറസ്. കണ്ടുപിടിച്ചത് ആന്റോണി എപ്സ്റ്റീൻ ആൻഡ് വോണി ബാർ. അതുകൊണ്ടാണ് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പേര് വന്നത്. WARR ആണേ ബാർ വൈറസ് എന്ന് പേര് വന്നത്. അപ്പോൾ ബ്രൂസെല്ല മെലിറ്റൻസിസ് ആരാണ് കണ്ടുപിടിച്ചത്? ബ്രൂസ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി ഉണ്ട്, ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസും ഉണ്ട്. ക്ലോസ്ട്രീഡിയം ടെറ്റനി കണ്ടുപിടിച്ച ആരാണ്? കിറ്റാസാറ്റോ. പെർഫ്രിഞ്ചൻസോ WH വെൽഷ്. WELCH ആണ് കേട്ടോ. മൈക്കോബാക്ടീരിയം ലെപ്രെ ഹാൻസൻ. കാരണം ഹാൻസൻസ് ഡിസീസ് എന്നാണ് നമ്മൾ ലെപ്രസീനെ പറയുന്നത്. എർസീനിയ പെസ്റ്റിസ് കണ്ടുപിടിച്ച ആരാണ്? എർസിൻ ആൻഡ് കിറ്റാസാറ്റോ. ദെൻ ട്രിപ്പോണിമ പാലിഡം ഷോഡിൻ ആൻഡ് ഹോഫ്മാൻ. ബാർട്ടണല്ല ബാസിലിഫോമിസ് ഡാനിയൽ കാരിയർ. ബാക്ടീരിയോഫേജസ് കണ്ടുപിടിച്ച ആരാണ്? ഡി ഹെർലി. ദെൻ എപ്സ്റ്റീൻ ബാർ വൈറസ് EBV ആന്റോണി എപ്സ്റ്റീൻ ആൻഡ് വോണി ബാർ ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിന് EBVയുടെ ഷോർട്ട് എന്താണ്? എപ്സ്റ്റീൻ ബാർ വൈറസ്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ EBV എന്നാണ് കാണാൻ സാധ്യത. അപ്പോൾ ഒന്നുകൂടെ പറയാം. സ്റ്റാഫോറിസ് ഓക്സ്റ്റൺ, നിസീരിയ ഗുണേറിയ നീസർ, നിസീരിയ മെൻജൈറ്റിഡിസ് വെയ്ഷൽബം, കൊറൈൻ ബാക്ടീരിയ ലോഫ്ലർ, സ്ട്രെപ് ന്യൂമോണിയ ഫ്രാങ്കൽ, ബ്രൂസെല്ല മെലിറ്റൻസിസ് ബ്രൂസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി കിറ്റാസാറ്റോ, ലെപ്രെ ഹാൻസൻ, എർസീനിയ എർസിൻ ആൻഡ് കിറ്റാസാറ്റോ, ട്രിപ്പോണിമ പാലിഡം ഷോഡിൻ ആൻഡ് ഹോഫ്മാൻ, ബാട്രണല്ല ബാസിലിഫോമിസ് ഡാനിയൽ കാരിയൺ, ബാക്ടീരിയോഫേജസ് ഡി ഹെർലി, ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ് WH വെൽഷ്, EBV ആന്റോണി എപ്സ്റ്റീൻ ആൻഡ് വോണി ബാർ. അതുകൊണ്ടാണ് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പേര് വന്നത്. എഴുതി കഴിഞ്ഞോ? ഇനി നമുക്ക് ബാക്ടീരിയയുടെ കോമൺ നെയിമും സയന്റിഫിക് നെയിം അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതിൽ ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറി ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്, എന്താണേലും നോട്ട് ചെയ്തേ പറ്റുള്ളൂ. സിലബസിൽ ആഡ് ഓൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നെക്സ്റ്റ് കോമൺ നെയിം ആൻഡ് സയന്റിഫിക് നെയിം. കോമൺ നെയിം, സയന്റിഫിക് നെയിം നിങ്ങൾക്ക് അറിയാവുന്ന പേരൊക്കെ തന്നെയാണ്. ക്ലബ് ലോഫ്ലർ ബാസിലസ് എന്ന് പറയുന്ന കോമൺ നെയിമുള്ള ബാക്ടീരിയ ഏതാണ്? ക്ലബ് ലോഫ്ലർ ബാസിലസ്. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയേ. നെക്സ്റ്റ് പ്രീസ്നൊക്കാർഡ് ബാസിലസ്. പ്രീസ്നൊക്കാർഡ് ബാസിലസ് NOCARD ആണ്. പ്രീസ്നൊക്കാർഡ് ബാസിലസ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? കൊറൈൻ ബാക്ടീരിയം സ്യൂഡോ ട്യൂബർക്കുലോസിസ്. നെക്സ്റ്റ് കോഷ്വിക് ബാസിലസ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ഹീമോഫിലസ് ഈജിപ്ഷ്യസ്. നെക്സ്റ്റ് ഫീഫേഴ്സ് ബാസിലസ്. അതിൻ്റെ പേരെന്താണ്?
ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. നെക്സ്റ്റ് വിറ്റ്മോസ് ബാസില്ലസ്. WHIT ആണ്, MORE, വിറ്റ്മോസ് ബാസില്ലസ്. വിറ്റ്മോസ് ബാസില്ലസ് ബർഹോഡേറിയ, BURKHO, ബർഹോൾഡേറിയ, DERA, ബർഹോൾഡേറിയ സ്യൂഡോമലൈ. സ്യൂഡോമലൈ. അടുത്തത് ബാറ്റി ബാസില്ലസ്. ബാറ്റി ബാസില്ലസ് മൈക്കോബാക്ടീരിയം, മൈക്കോബാക്ടീരിയം ഇൻട്രാസെല്ലുലറെ, INTRACUCELLU, സെല്ലുലാർ. അപ്പോൾ 2-3 കൂടെ ഉണ്ട്, ഇത് എഴുതാം നമുക്ക്. ക്ലബ് ലോഫ്ലേഴ്സ് ബാസില്ലസ്, കൊറിയൻ ബാക്ടീരിയം, ഡിഫ്തീരിയ. പ്രീസ് നൊക്കാർഡ് ബാസില്ലസ്, കൊറിയൻ ബാക്ടീരിയം, സ്യൂഡോ ട്യൂബർക്ലോസിസ്. കോഷ്വിക് ബാസില്ലസ്, ഹീമോഫിലസ് ഈജിപ്ഷ്യസ്. ഫീഫേഴ്സ് ബാസില്ലസ്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. വിറ്റ്മോസ് ബാസില്ലസ്, ബർഹോഡേറിയ സ്യൂഡോമലൈ. ബാറ്റി ബാസില്ലസ്, മൈക്കോബാക്ടീരിയം ഇൻട്രാസെല്ലുലാർ. ക്ലബ് ലോഫേഴ്സ്, കൊറിയൻ ബാക്ടീരിയം, ഡിഫ്തീരിയ. പ്രീസ് നൊക്കാർഡ്, കൊറിയൻ ബാക്ടീരിയം, സ്യൂഡോ ട്യൂബർക്ലോസിസ്. അടുത്തത് ജോൺസ് ബാസില്ലസ്. ജോൺസ് ബാസില്ലസ് മൈക്കോബാക്ടീരിയം, മൈക്കോബാക്ടീരിയം പാരാട്യൂബർകുലോസിസ്. പാരാട്യൂബർകുലോസിസ്. നെക്സ്റ്റ് ഈറ്റൻസ് ഏജന്റ്. ഈ ഇടയ്ക്കും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈറ്റൻസ് ഏജന്റ് ETO എന്നായിരിക്കും വരുവുള്ളൂ. മൈക്കോപ്ലാസ്മ ന്യൂമോണിയെ. ന്യൂമോണിയെ. നെക്സ്റ്റ് ഗഫൈക്കി എബർത്ത് ബാസില്ലസ്. കോഷ്വിക് ബാസില്ലസ് എഴുതിയല്ലോ. ഹിമോഫിലസ് ഈജിപ്ഷ്യസ്. ഗഫൈക്കി എബർത്ത് ബാസില്ലസ് എന്ന് പറയുന്നത് സാൽമണല്ല, GAFFKY. എബർത്ത് EBERTH. GAFFKY. ഗഫ്കി എബർത്ത് ബാസിലസ്. സാൽമണല്ല, സാൽമണല്ല ടൈഫി. അപ്പോൾ നമുക്ക് കോമൺ നെയിമും സയന്റിഫിക് നെയിമും ഒന്നുകൂടി പറയാം. ക്ലബ് ലോഫ്ലേഴ്സ് ബാസിലസ് എന്ന് പറയുന്നത് കൊറിയൻ ബാക്ടീരിയം, ഡിഫ്തീരിയെ. പ്രീസ് നൊക്കാർഡ് ബാസിലസ് എന്ന് പറയുന്നത് കൊറിയൻ ബാക്ടീരിയം, സ്യൂഡോ ട്യൂബർക്ലോസിസ്. കോഷ്വിക് ബാസിലസ് എന്ന് പറയുന്നത് ഹീമോഫിലസ് ഈജിപ്ഷ്യസ്. ഫീഫേഴ്സ് ബാസിലസ് എന്ന് പറയുന്നത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. വിറ്റ്മോസ് ബാസിലസ് എന്ന് പറയുന്നത് ബർഹോൾഡേറിയ സ്യൂഡോമലൈ. ബാറ്റി ബാസിലസ് മൈക്കോബാക്ടീരിയം ഇൻട്രാസെല്ലുലാറിലെ. ജോൺസ് ബാസിലസ് മൈക്കോബാക്ടീരിയം പാരാട്യൂബർക്ലോസിസ്. ഈറ്റൻസ് ഏജന്റ് മൈക്കോപ്ലാസ്മ ന്യൂമോണിയെ. ഗഫ്കി എബർത്ത് ബാസിലസ് സാൽമണല്ല ടൈഫി. അതിൽ ഈറ്റൻസ് ഏജന്റ് മൈക്കോപ്ലാസ്മ ന്യൂമോണിയെ പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ജോൺസ് ബാസിലസ് മൈക്കോബാക്ടീരിയം പാരാട്യൂബർക്ലോസിസ്. ദെൻ ബാറ്റി ബാസിലസ് മൈക്കോബാക്ടീരിയം ഇൻട്രാസെല്ലുലാർ. വിറ്റ്മോസ് ബർഹോഡേറിയ സ്യൂഡോമലൈ. ഫീഫേഴ്സ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ.
എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? ഓക്കെ ആണോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ പറയണേ. നിങ്ങൾക്ക് അറിയാവുന്ന ബാക്ടീരിയയുടെ ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് പോകുന്നത് ഒന്ന് എഴുതി വെച്ചോളൂ. കാരണം അത് ചിലപ്പോൾ ഓർഡർ തെറ്റിച്ച് ഇതിനു മുന്നേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. ബാക്ടീരിയൽ ടാക്സോണമി, കിങ്ഡം, ഫൈലം, ക്ലാസ്. നമുക്ക് പരീക്ഷ പേപ്പറിൽ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ജീനസ്, ഫാമിലി, സ്പീഷീസ്, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഓർഡറിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് കിങ്ഡം, ഫൈലം, ക്ലാസ്, സബ് ക്ലാസ്. ഈ സബ് ക്ലാസ് ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരണമെന്നില്ല. സബ് ക്ലാസ്, ഓർഡർ, സബ് ഓർഡർ, ഫാമിലി, സബ് ഫാമിലി, ട്രൈബ്, സബ് ട്രൈബ്, ജീനസ്, സ്പീഷീസ്. SPECIES ആണ്. അപ്പോൾ പരീക്ഷ പേപ്പറിൽ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഇങ്ങനെ മാത്രം വേണേലും തരാം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇത് തെറ്റിച്ച് വേണമെങ്കിലും തരാം. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചാണ് തരാറുള്ളത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ശരിക്കുള്ള നമ്മുടെ ടാക്സോണമി കിങ്ഡം, ഫൈലം, ക്ലാസ്, സബ് ക്ലാസ്, ഓർഡർ, സബ് ഓർഡർ, ഫാമിലി, സബ് ഫാമിലി, ട്രൈബ്, സബ് ട്രൈബ്, ജീനസ്, സ്പീഷീസ്.